ആരംഭിക്കാം. ഒരു ചെറിയ മൗന പ്രാർത്ഥനകളുണ്ട്. ഫ്രാൻസിസ് പൈജോ അവരുടെ, അതുപോലെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ആരാധനായ ഷാജി അച്ഛൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മെമ്പർ ബാബു, കെ വി, രാജു, ജോസഫ്, അതുപോലെ നമ്മുടെ കണ്ണൂർ റേഞ്ച് ഓഫീസർ സുധീർ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമായി എത്തിച്ചിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു മെഗാ ഇവന്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 5335 ആളെ പങ്കെടുപ്പിച്ചപ്പോൾ ഇപ്പോൾ അത് 7500 മുതൽ 10,000 വരെയുള്ള ആളുകളെയാണ് പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ ഇത്രയും വലിയൊരു മെഗാ ഇവന്റ് നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനാവശ്യമാണ്. ധാരാളം ക്ലബ്ബുകൾ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ മെഗാ ഇവന്റിൽ എല്ലാവരും, ഈ നാട്ടിലെ മുഴുവൻ, ഇത് പേരാവൂരിൻ്റെ ഒരു ഉത്സവമാണ്, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ ക്ലബ്ബുകളും ഇതിനോട് ചേരുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബുണ്ട്. പേരാവൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റി, പാസ്, അതുപോലെ പുലരി ക്ലബ്ബ്, സംഗമം ജനശ്രീ ക്ലബ്ബ്, നെടുമ്പ്രഞ്ചാലുള്ള ഗയാ ക്ലബ്ബ്, നെടുമ്പ്രഞ്ചാലുള്ള ടിപ്പു സുൽത്താൻ ക്ലബ്ബ്, അതുപോലെ തന്നെ നമ്മുടെ ഗുഡർത്തിൻ്റെ ചെറുപ്പക്കാരായ കുറേ കുട്ടികൾ നമ്മളോടൊപ്പമുണ്ട്. അവരാണ് ഈ വിപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ചാർജ്. അവരെ ടാസ്ക് തെറ്റുവഴി, പിന്നെ നമ്മുടെ പുതുതായിട്ട് രൂപീകരിച്ച പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ വനിതാ വിങ്ങിലെ ആളുകൾ, ഇങ്ങനെ നിരവധി, ഞാൻ എല്ലാവരും പേരെടുത്ത് പറയാം, നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ പേരാവൂർ മാരത്തോണിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, നാളിതുവരെ നമ്മുടെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2022 സെപ്റ്റംബറിലാണ് ഇത് രൂപീകൃതമായത്. അതിനുശേഷം നല്ല രീതിയിലുള്ള ചാരിറ്റി, സ്പോർട്സ് മേഖലയിൽ മാത്രമല്ല ചാരിറ്റി മേഖലയിലും നല്ല രീതിയിൽ നമ്മുടെ ഈ ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ സ്റ്റേഡിയം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 12,45,000 രൂപ ലാഭം കിട്ടിയപ്പോൾ 10 ലക്ഷം രൂപ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമായ സ്റ്റേഡിയം റിനോവേഷന് വേണ്ടി മുടക്കുകയും അത് തികയാതെ വന്നപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിനായിട്ട് ഏതാണ്ട് 20 ലക്ഷം രൂപയോളം, 17 ലക്ഷം രൂപയോളം ലോൺ എടുക്കുകയും 3 ലക്ഷം രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് അവറുകൾ നമുക്ക് ഡൊണേഷനായിട്ട് സ്പോൺസർഷിപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ഘട്ടം ഏകദേശം നമുക്ക് അധികം വൈകാതെ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഈ മാരത്തോണിന്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. ഏതായാലും സ്റ്റേഡിയം മാറിക്കഴിഞ്ഞു. നല്ല, നിങ്ങളെല്ലാവരും തന്നെ പോയി കാണുന്നതാണ്, മനോഹരമായി കൊണ്ടിരിക്കുകയാണ് അത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ് ജില്ലാ സ്കൂൾ മീറ്റൊക്കെ നടന്നു, ആ ഡൈസൊക്കെ ഉപയോഗിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതിന് നമ്മൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2022 തുടങ്ങിയപ്പം 10 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 10 പേരെയും കൂടി എടുത്തു. അതിനുശേഷം അത് ഈ വർഷം 54 മെമ്പർമാരിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഇതിൻ്റെ വനിതാ വിങ് കഴിഞ്ഞ ദിവസം രൂപീകൃതമായത്. അതിലേക്ക് ഏതാണ്ട് 15ഓളം സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഏറെ ദൂരം നമുക്ക് പോകേണ്ടതുണ്ട്. നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം, അതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഈ തുണ്ടിക്ക് ഒരു മാറ്റം വേണം. അത് നമുക്കറിയാം, സമൂഹത്തിൻ്റെ വളർച്ച, കലാകായിക രംഗം, സ്പോർട്സിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സ്കൂൾ മീറ്റ് കഴിഞ്ഞപ്പോഴും അതിന് നമ്മൾ ചെറിയൊരു സംഭാവന പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ 10,000 രൂപ നമ്മൾ കൊടുക്കുകയുണ്ടായി. സമീപ പ്രദേശത്തുള്ള എല്ലാ ക്ലബ്ബുകളെയും സഹായിക്കുക. അവരെ മാരത്തോൺ ആയാലും സേ നോട്ട് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, വെറുതെ ഒരു മാരത്തോൺ നടത്തിയുകൊണ്ട് മാത്രം ഒന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടമാവുകയില്ല. സർക്കാർ ഇപ്പോൾ ധാരാളം പണം ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട്. നമുക്കറിയാം, കുറേ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു, കുറേ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇറക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മാരത്തോൺ നടത്തിയതുകൊണ്ടോ മൈതാന പ്രസംഗം നടത്തിയതുകൊണ്ടൊന്നും ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആവുകയില്ല. കുട്ടികളെ മറ്റു വഴിയിലേക്ക്, ആക്ടിവിറ്റിയിലേക്ക്,
സ്പോർട്സ് കലാകായിക രംഗങ്ങളിലേക്ക് മാറ്റി വിട്ടുകൊണ്ട് അവർക്ക് വെറുതെ സമയം കൊടുക്കാതെ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടാൻ നമ്മൾ മാർഗം കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതിന് തന്നെയാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ മുൻതൂക്കം കൊടുക്കുന്നത്. നമുക്കറിയാം ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത നമുക്കറിയാം. എത്രയോ ആളുകൾ പല ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ ചായ കുടിക്കുന്നു, അതുപോലെ ചെസ് കളിക്കുന്നു, എൻജോയ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നല്ല ഗ്രീനറിയൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് മുൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് വിഭാവന ചെയ്തിട്ടുള്ളത്. മാനവർക്ക് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഗുഡ്ഡർത്തിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. ഗുഡ്ഡർത്തും നമ്മുടെ ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്തായാലും നമുക്ക് ഈ 2025 ഡിസംബർ 27 നടക്കുന്ന മാരത്തോൺ വിജയിപ്പിച്ചേ മതിയാവും. 10,000 ആണ്. എല്ലാവരും 7,500 പറഞ്ഞെങ്കിലും സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ അതുപോലെ നമ്മുടെ ഷാജിയച്ചനും പറഞ്ഞു 10,000 പേര് എന്തായാലും പങ്കെടുക്കും, അതിനുവേണ്ടി നമുക്ക് ശ്രമം ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇതിന്റെ റേറ്റ് ഒക്കെ കുറച്ചു. പ്രൈസ് മണി കൂട്ടി 1,42,000 ആക്കി. പക്ഷേ രജിസ്ട്രേഷൻ ഫീ നമ്മൾ 600 എന്നുള്ളത് 500 കൊണ്ടുവന്നു. ഫാമിലി റണ്ണിന് 400 എന്നുള്ളത് 300 കൊണ്ടുവന്നു. 250 രൂപയുണ്ടായിരുന്ന കുട്ടികളുടെ 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ രജിസ്ട്രേഷൻ ഫീ അത് ഇപ്പോൾ ഒക്ടോബർ 31 വരെ 100 രൂപയാക്കി ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും പലർക്കും മടിയാണ്. അപ്പോൾ ഒരാൾ ഓടുമ്പോൾ ഏതാണ്ട് 350 രൂപയോളം ഇതിന് ചെലവ്. ജേഴ്സി, അതുപോലെ മെഡല്, ഫുഡ്, ടീഷർട്ട്, ബാക്ക് പാക്ക് ഇതെല്ലാം കൊടുക്കുമ്പോൾ 325 രൂപയോളം നമുക്ക് ഒരാൾക്ക് ചെലവ് വരുന്നു. അപ്പൊ എന്നാലും നമ്മുടെ ഇത് എങ്ങനെയാണ് ഇത്രയും ലാഭം വരുന്നത് ചോദിച്ചാൽ കുറെ നമുക്ക് വെൽവിഷേഴ്സ്, സ്പോൺസർമാര്, അതുപോലെ പിന്നെ ഡൊണേഷൻ തരുന്നവർ അവരുടെ എല്ലാവരുടെയും വിദേശത്ത് പോയവരുടെയും അവരുടെ എല്ലാവരുടെയും സഹായത്താലാണ് നമ്മൾ ഈ വർഷം 60 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം സംഘാടക സമിതി രൂപീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കമ്മിറ്റികൾ, വിവിധ സബ് കമ്മിറ്റികൾക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓരോരോ പല ക്ലബ്ബുകൾ നമുക്കുണ്ട്. നമുക്ക് ട്രാഫിക് നോക്കണം, അതുപോലെ തന്നെ പിന്നെ വാട്ടർ സ്റ്റേഷൻ വേണം, ഫുഡ് കമ്മിറ്റി വേണം, ഒരുപാട് കമ്മിറ്റികൾ. ഏതൊരു പ്രോഗ്രാം നല്ല പ്ലാനിങ്ങും നല്ല മാനേജ്മെന്റും നല്ല ആക്ഷൻ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവുള്ളൂ. ഏതായാലും ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. കമ്മിറ്റി രൂപീകരണത്തിൽ നമ്മുടെ കോർഡിനേറ്റർ ഡെന്നി സാർ വിശദമായിട്ട് സംസാരിക്കും. ഇവിടെ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പലവിധ തിരക്കിനിടയിലും നമ്മൾ എപ്പോൾ വിളിച്ചാലും എങ്ങനെയെങ്കിലും ഈ പേരാവൂർ തൊണ്ടീനെ ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഈ പേരാവൂർ മാരത്തോൺ വിജയിപ്പിക്കണമെന്ന് അരയും തലയും മുറുക്കി നമ്മൾ എപ്പോൾ വിളിച്ചാലും എത്ര തിരക്കുണ്ടെങ്കിലും ഓടിയെത്തുന്ന ഷാജിയച്ചനെയാണ് ഞാൻ ആദ്യമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സഹോദരനാണ് ബൈജു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ് ബൈജു ജോർജ് അദ്ദേഹമാണ് നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ബൈജു ജോർജിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ 2 മെമ്പർമാരുണ്ട്. അവരും ഈ നേരത്തെ പറഞ്ഞ പോലെ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഇവരൊരു എനിക്ക് തോന്നുന്നൊരു മത്സര ബുദ്ധിയോട് കൂടിയാണ് രണ്ടുപേരും നീങ്ങുന്നത്. അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഒരാൾ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടുപേരും നല്ല കോമ്പറ്റീഷൻ മൈൻഡിലാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമുക്ക് ദുരന്ത നിവാരണ ഷെൽട്ടറൊക്കെ ഉദ്ഘാടനം ചെയ്യാണ്ടായി. ബാബുവിന്റെ നേതൃത്വത്തിലാണ്, ആ വാർഡിലാണ് സംഭവം. ഇന്നലെ ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് പോയിരുന്നു, മന്ത്രിയൊക്കെ പങ്കെടുത്തു. അടിപൊളി അവിടുത്തെ പരിപാടികളെല്ലാം. അതുപോലെ തന്നെ രാജു, ഒന്നിനൊന്ന് രണ്ടുപേരും മത്സരിച്ചിട്ടാണ് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതുപോലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറമാണ് ഇവരുടെ പ്രവർത്തനം. രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല, രണ്ടുപേരും നോക്കുന്നില്ല. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് രണ്ടുപേരും നീങ്ങുന്നത്. ആ രണ്ടുപേരെയും ഞാൻ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തത്. നമ്മുടെ സുധീർ സാറാണ്. സുധീർ സാറ് കണ്ണൂർ റേഞ്ച് ഓഫീസറാണ്. നമുക്ക് ഇതിനകത്ത് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ജില്ലയിലെ എല്ലാ റേഞ്ച് ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സൈസ് ഇൻസ്പെക്ടർമാരും ഇതിൽ പങ്കെടുക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ണൂർ പോയപ്പം അവിടുത്തെ എക്സൈസ് കമ്മീഷണറെ കാണാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പുള്ളി നടന്നു വരുന്നത്. എനിക്കറിയില്ലായിരുന്നു ആളെ. അപ്പോൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഇപ്പോൾ എങ്ങോട്ടാ സാറേ പോകുന്നത് എന്നോട് ചോദിച്ചു. അപ്പം യൂണിഫോമിലല്ലായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ എക്സൈസ് കമ്മീഷനെ കാണാൻ പോവാണ്. കാരണം സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 93 പോലീസുകാരനായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുത്തതാണ്. അതിനുശേഷം അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് ഇൻസ്പെക്ടറായിട്ട് വന്ന് ഇപ്പോൾ കമ്മീഷണറായിട്ട് കണ്ണൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അന്നേരം അദ്ദേഹം അവിടെ വെച്ച് ഓഫർ ചെയ്തു. എന്നോടും പ്രസിഡന്റിനോടും നമ്മുടെ കോർഡിനേറ്ററോടും ഓഫർ ചെയ്തു. ഏതായാലും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പേരാവൂർ മാരത്തോണിൽ പങ്കെടുക്കും. ഇന്നലെയും വിളിച്ചിരുന്നു. അപ്പോൾ ഓരോ റേഞ്ച് ഓഫീസിൽ പോകുമ്പോൾ ഒന്ന് അറിയിക്കണം. അവരെല്ലാവരെയും തന്നെ ഇതിനകത്തേക്ക് ഇറക്കും. അത്യാവശ്യം ഡ്യൂട്ടിക്ക് മാത്രം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കും എന്ന ഒരു ഓഫർ കൂടി അവിടെ തരികയുണ്ടാകും. അതുപോലെ ഈ സുധീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുധീർ സാർ അതുപോലെ നമ്മുടെ ആറളം റേഞ്ച് ഓഫീസർ, അതുപോലെ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ,
ഇവരെല്ലാം തന്നെ ഈ പ്രാവശ്യത്തെ മാരത്തോണിൽ ഫുൾ ഫോറസ്റ്റുകാരും പോലീസിന്റെ സപ്പോർട്ട് നമുക്ക് പൊതുവെ കുറവാണ്. അതിന് കാരണം അവരെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. അത് ഈ ഡിസംബർ മാസത്തിലാണ് ശബരിമലയുടെ സീസൺ. ഇപ്പൊ നിങ്ങൾക്ക് ശബരിമല വിവാദമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരു പരിപാടിക്ക് അവരെ കിട്ടില്ല. അവരുടെ ഡ്യൂട്ടിയുടെ തിരക്കായിരിക്കും. എന്തായാലും പോലീസ് ഇല്ലെങ്കിലും യൂണിഫോം ഇടുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നമ്മളോടൊപ്പം ഉണ്ടാവും. മുഴുവൻ ഫോറസ്റ്റുകാരും ഈ പരിപാടി ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ഞാൻ സുധീർ സാറിനെ ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വാഗതം പറയേണ്ടത് നമ്മുടെ കോർഡിനേറ്റർ ഡെന്നി സാറാണ്. മാരത്തോൺ തൊണ്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഓട്ടക്കാരെ മുഴുവൻ സംഘടിപ്പിക്കുന്നതിനും ഡെന്നി സാർ വഹിക്കുന്ന പങ്ക് വളരെ ശ്ലാഘനീയമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പറഞ്ഞ നമ്മുടെ ട്രഷറാണ്, പുതിയ ആളാണ് സുജീഷും ഈ പറഞ്ഞ പോലെ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും എന്നും ഇവിടെ വന്ന് വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കാൻ വരുന്നുണ്ട്. പുള്ളിയും എല്ലാ മാരത്തോണും പങ്കെടുക്കുന്നതാണ്. ട്രഷറെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഈ സ്പോർട്സിനെ സ്നേഹിക്കുന്ന, ഞാൻ നേരത്തെ കുറെ പേരുകളൊക്കെ പറഞ്ഞു, പുലിരി ക്ലബ്ബ്, പാസ്, ടാസ്ക് തെറ്റുവിളി, ഗുഡ്ഡറത്തിന്റെ ആൾക്കാർ, അതുപോലെ തന്നെ ഗയാ ക്ലബ്ബ് നെടുമ്പറഞ്ചാല്, പിന്നെ ടിപ്പു സുൽത്താൻ ക്ലബ്ബ് നെടുമ്പറഞ്ചാല്, ഏകദേശം എനിക്ക് തോന്നുന്ന പേരൊന്നും എഴുതിയിട്ടില്ല, 25 ക്ലബ്ബുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഈ പേരാവൂർ മാരത്തോൺ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. വളരെയധികം ആൾക്കാർ സംസാരിക്കാനുണ്ട്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ബൈജി ജോർജ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആരാധ്യനായ ആർച്ച് പ്രീസ്റ്റ് വെരി റെവറൻഡ് ഫാദർ മാത്യു തെക്കേമുറി, ബഹുമാന്യരായ പഞ്ചായത്ത് വാർഡ് മെമ്പേഴ്സ് ബാബു കെ വി, രാജു ജോസഫ്, കണ്ണാം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മിസ്റ്റർ സുധീർ, സെക്രട്ടറി ശ്രീ കുട്ടിച്ചൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ഡെന്നി ജോസഫ്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പേരാവൂർ മാരത്തോണിൻ്റെ 7ാമത് എഡിഷൻ വിപുലമായി സംഘടിപ്പിക്കുന്നതിനുള്ള സബ് കമ്മിറ്റികളുടെ, സംഘാടക സമിതിയുടെ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ മീറ്റിങ്ങിലൂടെ വിളിച്ചിരിക്കുന്നത്. അതിന് കൂടുതൽ വിവരങ്ങൾ കൺവീനർ ശ്രീ ഡെന്നി ജോസഫ് പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. ഓരോ നാടിനും വികസനത്തിനുള്ള ചില അനുകൂല ഘടകങ്ങളുണ്ട്. അത് നമ്മൾക്ക് പേരാവൂരുകാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ രക്തത്തിൽ അരിഞ്ഞിട്ടുള്ള കായിക പാരമ്പര്യവും കായിക സംസ്കാരവുമാണ്. പേരാവൂരിലെ ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗിച്ച് കായികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തി ഒരു ജനതയെ മാറ്റിയെടുക്കാൻ, രൂപപ്പെടുത്തിയെടുക്കുക, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് മറ്റ് വികസന പ്രവർത്തനങ്ങൾ, സ്പോർട്സുമായിട്ട് ചേർന്നിട്ടുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ലക്ഷ്യം. ഇതിലേക്ക് നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് പേരാവൂർ മാരത്തോൺ. മാരത്തോണായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ PSFലെ മെമ്പേഴ്സ് മാത്രമല്ല, ഈ പേരാവൂർ മേഖലയിലുള്ള സഹകരിക്കാൻ സമയവും കഴിവും മനസ്സുമുള്ള എല്ലാവർക്കും ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവർ വർഷങ്ങളായിട്ട് നമ്മളോട് ചേർന്ന് സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. കുട്ടിച്ചൻ പറഞ്ഞതുപോലെ 7500 തൊട്ട് 10,000 ആൾക്കാർ വരെ സംഘടിപ്പിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കുട്ടിച്ചനും ബാക്കി എല്ലാ മെമ്പേഴ്സും. അപ്പോൾ ഈ മാരത്തോൺ വലുതായിട്ട് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഇപ്പം മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ അതിഥികളാണ്. അവരുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു പിഴവും കൂടാതെ, ഒരു പ്രശ്നങ്ങളും കൂടാതെ ഈ മാരത്തോൺ സംഘടിപ്പിക്കാനുള്ളത് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിരുത്തി പ്രവർത്തിച്ചാലേ അത് സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പേരാവൂർ മാരത്തോൺ. അപ്പോൾ ഈ പേരാവൂർ മാരത്തോണിലേക്ക് ദൂരദേശങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തുക. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരും വരട്ടെ, ഈ സന്തോഷം അവരും പങ്കിടട്ടെ. ഞാൻ ബാംഗ്ലൂർ TCS 10K ഓടാറുണ്ട്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീസ് 1600 രൂപയാണ്. ഈ 1600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടീഷർട്ട് തരാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റിൽ ഒരു ചെറിയ കുപ്പി വെള്ളം, ഒരു ചെറിയ റോബസ്റ്റ പഴം, 2 ബിസ്ക്കറ്റ്, ഇത്രേ തരാറുള്ളൂ.
അപ്പോൾ നമ്മളിവിടെ ഇത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടിച്ചൻ പറഞ്ഞ പോലെ 100 രൂപ 200 രൂപ 300 രൂപ എങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത്, നമുക്കതിൽ ചിലവ് അതിൽ കൂടുതലാണ്. ബാക്കി തുക നമ്മൾ സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇത് ജനകീയമാക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ ഭാഗത്തുള്ള പേരാവൂർ മേഖലയിലുള്ള എല്ലാ വീട്ടിലുള്ള ആൾക്കാരും ഇതിൽ പങ്കാളികളാകണം. അവർ ഈ മാരത്തോണിൻ്റെ ഭാഗമാണ്. എല്ലാവരും ഈ സെലിബ്രേഷനിൽ ഇതിൻ്റെ സന്തോഷം അവരും അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് റേറ്റൊക്കെ ഇത്ര കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉത്സാഹിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കാൻ പറ്റും. ബാംഗ്ലൂരും ചെന്നൈയിലുമുള്ള എൻ്റെ ഒരു 30ഓളം സുഹൃത്തുക്കൾ അവരിപ്പോൾ വരാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ ആതിഥ്യവും ഇവിടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകണം. തിരിച്ചു പോയി അവർ അടുത്ത വർഷം തിരിച്ചു വരണം. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ കൂട്ടി തിരിച്ചു വരണം. അതാണ്. അപ്പോൾ അങ്ങനെ അവർ വരണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു നല്ല അനുഭവം അവർക്ക് അനുഭവസ്ഥമാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തുനിന്ന് വരുന്ന എല്ലാ ഗസ്റ്റും നമ്മുടെ അതിഥികളാണ്. നമ്മളെല്ലാവരും അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. ഇപ്പോൾ ഈ വർഷം നമ്മളൊരു പുതിയ സജഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പേരാവൂർ മാരത്തോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് വനിതകളുടെ ഒരു വിങ്, അവർക്ക് കുറേ റോൾ എടുക്കാൻ പറ്റും. ഈ മെഡൽ ഡിസ്ട്രിബ്യൂഷന് അതുപോലെ ഒരുപാട് അതിഥികൾ പുറത്തുനിന്ന് വരും. അതിലൊക്കെ അവർക്ക് ഒരു കാര്യമായിട്ടുള്ള റോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അത് രൂപീകരിക്കുന്നതിന് ബന്ധപ്പെട്ട് അതിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്ന ഫ്രാൻസിസ് സാറിന്. കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അറിവിലോ ഇതിൽ പങ്കെടുക്കാൻ കഴിവും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫ്രാൻസിസ് സാറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചേരാവുന്നതാണ്. നമ്മൾ ഈ കൂടുതൽ ആളുകൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആദ്യത്തെ വർഷം പോലെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ നടത്തിയാലേ അടുത്ത വർഷങ്ങളിൽ ആൾക്കാർ താല്പര്യത്തോടെ സന്തോഷത്തോടെ വരികയുള്ളൂ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പേരാവൂർ മാരത്തോൺ 2025 ഒരു വൻ വിജയമാക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു മനസ്സായിട്ട് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. സമിതിയുടെ ഔപചാരിക ഉദ്ഘാടനമാണ്. അതിനായി ആരാധനയായ നമ്മുടെ ഷാജിയത്തിന് ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊടുക്കും. പേരാവൂർ മാരത്തോൺ ഈ സംഘാടക സമിതിയുടെ മീറ്റിംഗിലെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ബൈജു ജോർജ്, പ്രിയങ്കരനായ കുട്ടിച്ചൻ സാറെ, വാർഡ് പ്രതിനിധികളാലും ജനപ്രതിനിധികളായിട്ടുള്ള 2 രാഷ്ട്രീയ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർ ഈ നാടിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവെന്ന് അത് ഞാനൊന്ന് പറയാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം സ്കൂളിൽ കുട്ടികളുടെ ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ അവസാന ഭാഗത്ത് കപ്പ് നമുക്കാണെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ഞങ്ങൾക്ക് അവിടെ സമ്മേളിച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞതും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. ആ ഒരു കൂട്ടായ്മ നാടിൻ്റെ നന്മയ്ക്ക് ഉപകാരപ്രദമാണ്. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ റേഞ്ച് ഓഫീസർ സുധീഷ് സാർ, അതുപോലെ സുധീഷ്, ഡെന്നിസ് സാറ്, പ്രിയപ്പെട്ട എല്ലാ കലാകായിക മേഖലയിൽ താല്പര്യമുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ, ഇപ്രാവശ്യം പ്രത്യേകമായിട്ട് സ്ത്രീകൾ കുറച്ച് പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഞാൻ ഫാദറായതിനു ശേഷം എപ്പോൾ മൈക്കെടുത്താലും പൊതുവേദിയോട് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ വരുന്ന ഒരു വാക്കുണ്ട്. അതിനെക്കുറിച്ചും ബൈജു സാർ പറയുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, കൂട്ടായ്മയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ വന്നിട്ട്, ഞാനൊരു പുറമേ നിന്ന് വന്ന വ്യക്തിയാണല്ലോ, 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. ഈ തൊണ്ടി പ്രദേശത്ത്, പേരാവൂർ പ്രദേശത്ത് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് നമുക്കറിയാം, പേരാവൂരും തൊണ്ടിയും ടിൻ സിസ്റ്റർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണ്. 2 ടൗണ് ഒരുമിച്ച് വേർതിരിവില്ലാതെ അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന 2 പട്ടണങ്ങൾ. അധികം താമസം 5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് കൂട്ടിമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരണം നമ്മൾക്ക്. നാദാപുരവും കല്ലാച്ചിയും പണ്ട് അങ്ങനെ 2 വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ അത് ഒറ്റ ടൗണായി. അതുപോലെ ആകും.
അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. 10-25 ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടുമ്പോൾ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് പേരാവൂർ നെടുമ്പറഞ്ചാലിൽ ഓണാഘോഷം നടന്നു. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നെടുമ്പറഞ്ചാലിൻ്റെ ചരിത്രത്തിൽ പ്രകാരം ജനകീയമായ ഒരു ഓണാഘോഷം നടന്നു. 17 ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടി അവിടെ ചെയ്തത്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി CI സജീവ സാറും ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടായ്മ വലിയൊരു കാര്യമാണ്. ഈ നാടിന് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൂട്ടായ്മയാണ്. കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ നയിക്കാൻ ഇന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും നല്ലതും ഏറ്റവും ആത്മാർത്ഥവുമായത് സ്പോർട്സ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ലോകരാഷ്ട്രങ്ങൾ യുദ്ധങ്ങളൊക്കെ കൊടുപ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും ഒളിമ്പിക്സ് വേദിയിൽ വരുമ്പോൾ മനുഷ്യർ ഒന്നാണ് എന്നുള്ള ഒരു വികാരം നമുക്കെല്ലാവർക്കും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പേരാവൂർ നമ്മൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പേരാവൂർ മാരത്തോൺ ഈ പ്രദേശത്തെ നമ്മളെ ഒന്നാണ്, ഒരു കൂട്ടായ്മയുടെ മക്കളാണ് എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരും. അത് വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മാരത്തോൺ ഓടിയിട്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വ്യത്യസ്തമായ മതവും ജാതിയും വർഗവും വർണ്ണവും ജോലിയും സ്വഭാവ സവിശേഷതയും ഒക്കെ ഉള്ള മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും എന്തിനൊക്കെ പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിപ്പോൾ ഒരുമിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയിലായിരിക്കുന്നത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കൂട്ടായ്മ. വീണ്ടും ഒത്തിരി സ്ഥലങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് 10-30 പേര് വരുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ അടുത്ത വർഷം അത് കൂടുതൽ ആളുകൾ വരും. എനിക്ക് വൈസ് സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത കാര്യം ഇതാണ്. നമ്മൾ ആളുകളെ പങ്കെടുപ്പിക്കണം, അവർ വന്ന് പങ്കെടുത്ത് പോകണം. അടുത്ത വർഷം അവർ വീണ്ടും ഇവിടെ ആളുകളെ കൂട്ടിക്കൊണ്ട് വരണം. ഇതൊരു ചെയിൻ പ്രോഗ്രാമാണ്. അപ്രകാരം നമുക്ക് സാധ്യമാകുമെങ്കിൽ ഈ നാടിൻ്റെ മുഖം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കുറേയും കൂടി പേരും പെരുമയുള്ളതും കുറേയും കൂടി മനുഷ്യന് ഉപകാരം ചെയ്യുന്ന നന്മ ചെയ്യുന്നതൊക്കെ ആയിട്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാരത്തോൺ നടത്തിയതിൻ്റെ ലാഭവിഹിതം എന്ന് പറയാൻ പറ്റത്തില്ല, ബാക്കി വന്ന തുക കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ സൗജന്യ നേത്ര ചികിത്സയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുണ്ട്. ഇവിടെ ഈ ണ്ട് എന്നോടൊന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ സ്റ്റേഡിയം എത്രയോ കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്നു. അതിങ്ങനെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ച് തുടങ്ങി. അതിവിടെ കൊണ്ടും തീരത്തില്ല. അതിങ്ങനെ വളർന്ന് വരികയാണ്. ഇരിട്ടിയിലെ AEO ഞങ്ങൾ ഈ കുട്ടികളുടെ കായിക മത്സരവുമായി ബന്ധപ്പെട്ട് കുറേ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എന്തൊരു മാറ്റമാണ് ഫാദറെ, ഈ നാടിൻ്റെ നന്മയാണെന്ന് പറഞ്ഞു. അതൊന്നും ആയില്ല, പകുതി പോലും ആയിട്ടില്ല. അപ്പോൾ എത്രയോ ഭംഗിയായിരുന്നു. വന്ന് ഒരുപാട് കായിക അധ്യാപകർ അഭിനന്ദനം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു, ഇത് PSF ആണ് പൈസ മുടക്കിയത്, കൊടക്കച്ചിറ ഫാമിലി അതിന് പ്രത്യേകം മുൻകൈ എടുത്തുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ നല്ല ദർശനയോടുകൂടി കാണുന്ന ആളുകൾ ചില പറഞ്ഞ് സ്പോർട്സ് അധ്യാപകരുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് ഇതിന് പവലീനൊക്കെ റെഡിയാവുമെന്ന് ചോദിച്ചു. പവലീൻ നമുക്ക് അവിടെ കെട്ടാൻ പറ്റത്തില്ല, പറഞ്ഞു പോകും. പക്ഷേ ഓരോ വർഷം നമുക്ക് ചെയ്യാനായിട്ട് എന്തുമാത്രം ഉത്സാഹത്തോടും സന്തോഷത്തോടു കൂടിയാണ് പോയത്. ഈ പ്രാവശ്യം ആ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊരു അന്തസ്സോടു കൂടി ഇരുന്ന ആ പ്രോഗ്രാം മുഴുവൻ ആളുകൾ വീക്ഷിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വെയിലത്തിരിക്കാതെ ശാന്തമായിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തത് അഭിമാനം തോന്നുന്നു. ഈ കൂട്ടായ്മയുടെ അനന്തര ഫലമാണെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വീണ്ടും പ്രിൻസ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ 7500 എന്നുള്ളത് ഒരു അപൂർണ സംഖ്യ പറയേണ്ടതേ 10,000 തന്നെ പറയുക, നമുക്ക് സാധ്യമാവും. 10,000. അപ്പോൾ ഈ 10,000 എന്ന് പറയുക തന്നെ. വീണ്ടും ഈ 10,000 എത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം. ഇവിടെ ആളെ സംഘടിപ്പിക്കാനുള്ള 1-2 പേരോ. കുട്ടിച്ച സാറ് ഞാൻ ഈ മാരത്തോൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് വേദിയിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. എവിടെ മൈക്ക് എടുത്താൽ ഇതിനെക്കുറിച്ച് പറയും, എവിടെ 2 വാക്ക് പറയാൻ കിട്ടിയാൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഊണിൽ ഉറക്കത്തിലാണ് പ്രശ്നം. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ കുറേ പേരുണ്ട്. ഡെന്നി സാറുണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഊണിൽ ഉറക്കത്തിൽ ഇത് മാത്രമേ ചിന്തയുള്ളൂ. അപ്രകാരം നമ്മൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ തുടങ്ങിയാൽ
നമ്മൾ സമയം ഒട്ടും പോയിട്ടില്ല. ഇനിയും അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അപ്രകാരം ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 10,000 എന്നുള്ള മാജിക് നമ്പർ തീർച്ചയായിട്ടും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. നമുക്ക് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റണം. എൻ്റെ മനസ്സിൽ വലിയൊരു ചിന്തയും സ്വപ്നവും കിടപ്പുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ ഇത് നടക്കുന്നു. ഇപ്പോൾ സാവകാശം നമുക്ക് ഡേറ്റ് മാറ്റുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഒരു സ്വപ്നമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ പരസ്പരം സഹകരിച്ചത് എന്ത് രസമാണ്. ഇന്നലെ പള്ളിയുടെ ഗൗരവത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടൊരു AKCCയുടെ റാലി ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്രമുറ്റ പരിസരത്തു നിന്ന് ആരംഭിച്ചത് എന്തൊരു ഐശ്വര്യമായിട്ടാണ്. നമുക്കിവിടെ ക്ഷേത്രമുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്, നമുക്ക് ഒരു പള്ളിയുണ്ട്, മാരത്തോണുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം ഒരു മാസത്തിലേക്ക് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ പ്രദേശത്തിൻ്റെ ഉത്സവമാണ്. എന്നിട്ട് ബന്ധുക്കള്, മിത്രങ്ങള്, സ്വന്തക്കാരെല്ലാം വരണം ഇവിടെ. അങ്ങനെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പാട്യം എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഈ പാട്യത്തിൽ അവരെല്ലാ വർഷവും പാട്യത്തിൻ്റെ ഒരു ഉത്സവമുണ്ട്, ഗ്രാമോത്സവമുണ്ട്. അത് ആ നാളിലാണ് ആ സ്കൂളിലെ PTA മീറ്റിങ്ങുകൾ, ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ, ആ നാട്ടിലെ പോലീസുകാരുടെ, റിട്ടയർമെന്റ് ചെയ്തവരുടെ, പട്ടാളക്കാരുടെ, എക്സ് സർവീസിൻ്റെ ഒക്കെ സമ്മേളനം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി അവിടെ ആ പ്രദേശം കൊണ്ട് അലങ്കരിച്ച് വീടുകളും അലങ്കരിക്കും. അതാ രസം. ഞാനങ്ങനെ പോയിപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു ഹൈന്ദവ കുടുംബമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയതാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി അത് കണ്ടു. അതുപോലെ ഇവിടെ നമ്മുടെ തലശ്ശേരിയിൽ ഒരു ക്ഷേത്രമുണ്ട്, വളരെ പ്രശസ്തമായ അണ്ടലൂർക്കാവിൽ. അവിടെ ഞാൻ പോകാറുണ്ട്. വർഷത്തിൽ ഒന്ന് വെച്ച് എൻ്റെ പരിചയക്കാരവിടെയുണ്ട്. ഉത്സവം കൂടെ അവിടെ ആ വീടുകളിൽ പോകും. അമ്പലത്തിൽ പോകാറില്ല. അമ്പലത്തിൽ ഒരു പ്രാവശ്യം പോയി ഇതിൻ്റെ ചടങ്ങ് കണ്ടിരുന്നു. ഞാൻ എല്ലാ വർഷവും അവിടെ ഈ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവലൊക്കെ ഇങ്ങനെ കഴിക്കും. ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു നാടിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ആ നാടിൻ്റെ വിശുദ്ധിയാണ്, മനുഷ്യൻ്റെ ഹൃദയങ്ങളുടെ വിശുദ്ധിയാണ്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഈ തൊണ്ടിയുടെ ഒരു സാവകാശം ചാടിക്കറി ചെയ്യാവുന്ന കാര്യമല്ല. ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും ആലോചിച്ച് ഒരു ഗ്രാമോത്സവമാക്കി ഇതിനെ മാറ്റണം. അത് പള്ളിയും അമ്പലവും ഇത് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനും മറ്റ് സംഘടനകളും എല്ലാം കൂടി. ഇപ്പോൾ ഇവിടെ പള്ളിയിൽ നമ്മൾ പള്ളിക്കൂടത്തിൽ എല്ലാവർക്കും നാടകം വെക്കാറുണ്ട്. ഏതൊരു വോയിസിൻ്റെ അതൊക്കെ ഇതിനോട് ചേർത്തങ്ങ് വെക്കണം. അങ്ങനെ എന്തൊരു ആരവമായിരിക്കും ഈ നാടിന്. ഈ നമുക്ക് വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയുടെ സുഗന്ധം, അതിൻ്റെ സുഹൃതം, പുണ്യം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം നമുക്കറിയാം. മനുഷ്യനെല്ലാം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. കുറച്ച് പൈസ ഉണ്ടാക്കുക, അത് പെട്ടി വെച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, അവസാനം ആർക്കാവോ കൊടുത്തിട്ട് മണ്ണിലേക്ക് പോവുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാനായിട്ട്, അതുകൊണ്ട് നമ്മൾ ഇത് വിജയിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധിച്ചാൽ നാടിൻ്റെ ഉത്സവമായി തീരും. സാറ് പറഞ്ഞതുപോലെ, ബൈസാറ് പറഞ്ഞതുപോലെ നാടിൻ്റെ ഉത്സവമാക്കി തീർക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ട് അധികം പേര് വേണ്ട. ഇപ്പം എനിക്ക് പള്ളിയിൽ ഞാൻ പറയാം, നിങ്ങൾ ചിന്തിക്കുക, ഒരു 4 ബന്ധുക്കളെ, ഇവിടെയുള്ളവരല്ല, പേരാവൂരിൻ്റെ ഈ സർക്കിളിന് പുറത്തുള്ള 4 ബന്ധുക്കളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങളുടെ വീട്ടിലേക്ക്. ഒരു വീട്ടിൽ വന്ന് കിടക്കട്ടെ അന്നത്തെ ദിവസം. അന്ന് വീട്ടിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഒന്ന് പങ്കെടുക്കട്ടെ. അപ്പോൾ തന്നെ എത്ര മാറ്റി. ഇവിടെ നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത് 4 ഇരട്ടി ആളുകൾ വരൂലേ. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നാടിൻ്റെ വിജയമായി തീരും. അത് നമ്മുടെ വിജയമാകും, നാടിൻ്റെ വിജയമായി തീരും, യേശുവിൻ്റെ വിജയമായി തീരും, നമ്മുടെ ഓരോരുത്തരുടെയും വിജയമായി തീരും, വന്നു ചേർന്ന മുഴുവൻ വ്യക്തികളുടെയും വിജയമായി തീരും. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, മത്സരം കഴിഞ്ഞ്, ഇവിടെ ഓട്ട മത്സരം കഴിഞ്ഞ് എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7ൽ, അവൻ ഈ വർഷം രജിസ്റ്റർ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത്. അവൻ ഓട്ടം കഴിഞ്ഞിട്ട് ഇത് പൂർത്തിയാക്കി എന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. വലിയ സന്തോഷം. ഞാനും കൊടുത്തൊരു സമ്മാനം അവന്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച കാര്യം, ഇത് വലിയ ആവേശത്തോടെ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് വിജയിപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിജയമായിട്ട് കൂടി ഇതിനെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ. അതുപോലെ വീടുകളിൽ ഈ ഗസ്റ്റിനെ സ്വീകരിക്കുന്ന. അപ്പം അങ്ങനെ പറഞ്ഞു, അച്ഛൻ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പാരീക്ഷകളും സംവിധാനങ്ങളെല്ലാം തുറന്നു കൊടുത്തു. കുട്ടികൾ നിലത്തൊക്കെ കിടന്നാൽ മതിയല്ലോ, പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യം ആക്കി കൊടുക്കാമെന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് ചർച്ച ചെയ്യാമെന്ന് അടുത്തൊരു മീറ്റിംഗ് അച്ഛൻ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. നമ്മൾ ഓരോരുത്തർക്കും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങൾ നന്മയുള്ളവരാണ്, ഈ നാടിൻ്റെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചുള്ള എല്ലാവരും ഓടി എത്തിയത്. ഒരു വാക്കുകൂടി പറയാതെ പോയാൽ ശരിയാവത്തില്ല. അത് മറ്റൊന്നുമല്ല, ഈ കൊടക്കത്തറ സഹോദരന്മാർ ഈ നാടിന് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇപ്പോൾ വളരെ ഈ പേരാവൂര് മറ്റെവിടെ ഇരുന്ന് ഒരു മീറ്റിംഗ് കൂടുന്നതിനേക്കാളും അന്തസ്സോടെയും
അഭിമാനത്തോടെയും അതേസമയം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മീറ്റിംഗ് കൂടാനായിട്ട് സാധിക്കുന്നത് എത്ര സുന്ദരമായ കാര്യമാണ്. അത് അവരുടെ നല്ല മനസ്സിന്റെ ഗുഡ് എർത്തിന്റെ സംഭാവനയാണ്. അതൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം നഷ്ടമല്ല, മറിച്ച് നമ്മളൊക്കെ പ്രായമാകുന്നവരാണ്. നമ്മളൊക്കെ പ്രായമാകുമ്പോൾ നമ്മളെ വന്ന് കാണാനും നമ്മളെക്കുറിച്ച് നല്ലത് പറയുവാനും ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ പ്രോഗ്രാം എന്നുള്ള കാര്യം നിങ്ങളെ ഒരു സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഔപചാരികതയുടെ പേരിൽ ഈ യോഗം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന രാജുവമ്പ്, സ്വാഗതം പറഞ്ഞ കുടിച്ച സാർ, വേദിയിലും സദസ്സിലുമുള്ള ഒരു വ്യക്തികളെ, ഈ വൈകിയ വേളയിൽ ഒരു ആശംസ പറയുന്നത് ഒരു നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും ഇതിൻ്റെ പ്രസിഡന്റും പിന്നെ സ്വാഗത പ്രാസിംഗിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം 10,000 ആളുകളെ പങ്കെടുപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ നിലയിൽ ഞങ്ങൾ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് വാക്ക് തന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അർപ്പിച്ച് സംസാരിക്കുന്നത് 8ാം വാർഡ് മെമ്പർ രാജു ജോസഫ് അവர்களാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ വൈദ്യ സാർ, ഒരു ഉദ്ഘാടകൻ എന്നതിലുപരി നമ്മുടെ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് കണ്ടറിഞ്ഞ് സംസാരത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും നടപ്പിലാക്കുന്ന ഉദ്ഘാടകനാണ് ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ, അതുപോലെ തന്നെ സുധീർ സാറ്, നമ്മുടെ ഏറെ പ്രിയങ്കരനായ കുട്ടിച്ചൻ സാറ്, എൻ്റെ സുഹൃത്ത് ബാബു ദേവി, അതുപോലെ സുധീഷ്, ഡെനിസൻ സാറ്, ഏറെ ബഹുമാനായ സുഹൃത്തുക്കൾ. ഇവിടെ നമ്മളൊരു മഹത്തായ പരിപാടിയുടെ സംഘാടനത്തിന്റെ ആദ്യത്തെ പടിയാണ് ഇവിടെ നമ്മൾ യോഗം വിളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടത്തിയതിലും ഈ പ്രാവശ്യം ഈ പരിപാടി കുറച്ചുകൂടെ ഓജസ്സും തേജസ്സുമുള്ളതായി മാറിയെന്ന് ഞാൻ ചുരുക്കം ചില കാര്യങ്ങളിൽ മനസ്സിലാക്കി. അതായത് ഫ്രാൻസിസ് സാർ കഴിഞ്ഞ ദിവസം സ്കൂളിൽ വന്നപ്പോൾ സംസാരിച്ച ഒരു കാര്യമാണ്, കുറച്ചുകൂടി ആൾക്കാർ ഈ സംഘടനയിലേക്ക് കടന്നു വന്നതിന്റെ ഒരു പ്രവർത്തന മികവ് പല മേഖലയിലും കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 10,000 എന്നുള്ള ഒരു അംഗത്തിലേക്ക് എത്താൻ അധികം താമസമില്ല എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം 10-20 കുട്ടികൾ പങ്കെടുത്ത എന്റെ സ്കൂളിൽ ഇപ്പോൾ 90 കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നല്ലൊരു പ്രവർത്തനം സംഘാടക സമിതി കൂടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. അതിന് ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരു തുടക്കമാകട്ടെ. വനിതാ വിങ്ങിന്റെ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അവരും നല്ല കഴിവുള്ളവരാണ്, നമുക്ക് നല്ല പരിചയമുള്ള ആളുകളാണ്. ഇവരുടെ എല്ലാം ഇടപെടൽ കൊണ്ട് നമ്മുടെ ഈ നാടിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ, അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് പറഞ്ഞത്, നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവം, നമ്മൾ പഴയ ശ്രീകൃഷ്ണ അമ്പലത്തിലെ ഉത്സവമൊക്കെ പഴയതിപ്പം മറന്നുപോയി, ഇപ്പൊ ആ പരിപാടിയൊക്കെ നിന്നുപോയി. ആദ്യകാലങ്ങളിലൊക്കെ എത്ര മനോഹരമായി നടന്ന. അപ്പൊ അതേപോലെ ഈ പ്രദേശത്തെ ആകമാനം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരം നമുക്കിവിടെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ ഈ പരിപാടി ഒരു ഘടകമായി വരും കാലങ്ങളിൽ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുധീർ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള ബന്ധമാണ്. മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി ആരംഭിച്ചതിന് ശേഷം കൊട്ടിയൂർ പഞ്ചായത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുമായി, അദ്ദേഹം അന്ന് കൊട്ടിയൂർ റേഞ്ചറായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഷുറൻസ് അക്കാദമി ബാവലിപ്പുഴ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ശുദ്ധീകരിക്കാൻ പോയി. ചെകുത്താന്തോട് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു കടമ്പയായിരുന്നു. അത് ഞങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. അന്ന് ഞങ്ങളെ കുട്ടികളെ മുഴുവൻ ചേർത്ത് നിർത്തുകയും അന്നു മുതലുള്ള ബന്ധമാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫുഡൊക്കെ തന്നിട്ടാണ് സാറ് നമ്മളെ മടക്കിയത്. അതിനുശേഷം 2 പ്രാവശ്യം അടിക്കാട് കളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം ഒരു മാരത്തോൺ ഓട്ടക്കാരനാണെന്ന്. അപ്പം സ്ഥിരമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസുകളെല്ലാം പോകാറുണ്ട്. അദ്ദേഹം എല്ലായിടത്തും വിളിച്ചു പറയും. ഏതായാലും അദ്ദേഹം നമ്മളുടെ കൂടെ ഈ മാരത്തോൺ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, അതുപോലെ ഫാദർ, അതുപോലെ ഇവിടെ
ഇവിടെ ചേർന്നിരിക്കുന്ന പേരാവൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പേഴ്സ് സ്വാഗതം ആശംസിച്ച കുട്ടിച്ചൻ സദസ്സിലിരിക്കുന്ന ഈ പേരാവൂർ മാരത്തോൺ സംഘാടക സമിതി അംഗങ്ങൾ. അപ്പോൾ ഞാൻ എന്നെ നേരത്തെ കുട്ടിച്ചൻ പരിചയപ്പെടുത്തി, എന്നെ ഞങ്ങളുമായിട്ടുള്ള ബന്ധവും പറഞ്ഞു. അപ്പോൾ ഞാൻ 2000 ഫോറസ്റ്റ് ട്രെയിനിങ് കോളേജിൽ വാളയാറ് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു കൊല്ലത്തെ ട്രെയിനിങ്ങിൽ ലാസ്റ്റായിട്ടായിരുന്നു മാരത്തോൺ 11 കിലോമീറ്റർ. അന്ന് മാരത്തോൺ ഓടിയതിന് ശേഷം ഞാൻ ഓടുന്ന മാരത്തോൺ ഇവിടെ പേരാവൂർ 2023 മാരത്തോണാണ്. അതിനുശേഷം 24 ഞാൻ ഓടി, ഇനി 25 ഓടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു ദിവസം 2023 ഞാൻ കൊട്ടിയൂർ റേഞ്ച് ഓഫീസറായിരുന്നു. നേരത്തെ കൊട്ടിയൂർ റേഞ്ച് ഓഫീസറായിരുന്ന സമയത്ത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാഡമി, നമ്മളെ മനുഷ്യവന്യ ജീവി സംഘർഷം ലഘൂകരിക്കാൻ നിർമ്മിച്ച സോളാർ ഫെൻസിങ്ങിൻ്റെ അടിക്കാടുകൾ വീട്ടുന്നതും, അതുമാത്രമല്ല വളരെ സാഹസപ്പെട്ടിട്ട് ചുരത്തുമേലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതൊക്കെ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് കുട്ടിച്ചൻ്റെ നേതൃത്വം. ഇപ്പോഴും കുട്ടിച്ചൻ ഞങ്ങളുമായിട്ട് ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നുണ്ട്. എന്നെ മാരത്തോണായിട്ട് എൻ്റെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്രാവശ്യത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ മാരത്തോൺ ഞാനിങ്ങനെ എൻ്റെ ചെറിയ ഇതൊന്നും ആയിരുന്നില്ല, എന്നെ പരിചയമുള്ള ആൾക്കാർക്കറിയാം എൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ 2022 ഡോക്ടർ പറഞ്ഞു ചെറിയൊരു കൺട്രോൾ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ആ 2022-25 കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് 87 കിലോ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 65-നും 67-നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടർ 2022 പറഞ്ഞപ്പോൾ ഒരു ദിവസം പത്രം വായിക്കുമ്പോഴാണ് എനിക്ക് കണ്ടത് പേരാവൂർ മാരത്തോൺ. അതിനു മുന്നേ കുട്ടിച്ചനായിട്ട് എല്ലാവരും സൂചിപ്പിച്ചു. 2012 ഞാൻ ആദ്യം മാരത്തോൺ ഓടുന്നത്. ആദ്യത്തെ മാരത്തോൺ തന്നെ 42 കിലോമീറ്റർ ഫുൾ മാരത്തോൺ ഓടിയതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനുശേഷം ഏകദേശം 12ഓളം മാരത്തോൺ ഓടുന്നു. ഫുൾ മാരത്തോൺ 42 കിലോമീറ്റർ 3 പ്രാവശ്യം ഓടി, 21 പ്രാവശ്യം ഓടി. 57 വയസ്സാണ് എനിക്ക്. ആരോ വയസ്സ് പറയുന്നത് കേട്ടോ, എനിക്ക് 57 വയസ്സായി. 57-ൽ 21 42 ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നെക്കാളും ചെറുപ്പക്കാരായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്നെക്കാളും കൂടുതൽ വേഗത്തിൽ ഓടി ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഓരോ മാരത്തോൺ ഓടുമ്പോഴും അതിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. 2014 ആദ്യമായിട്ട് ഇവിടെ പേരാവൂർ യൂത്ത് ചേംബർ എൻ്റെ കൂടെ കൊച്ചിയിൽ ഓടാൻ വരുന്നത്. അവിടെ ഓടുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ടായി. എവിടെ വെള്ളം കുടിക്കണം, എവിടെ ആൾ വീഴാൻ സാധ്യതയുണ്ട്. അന്ന് അവർ 21 ഓടിപ്പോന്നു. ഞാൻ 42 ഓടുമ്പോൾ ഇരുട്ടാണ്, പട്ടി പുറകെ ഓടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പട്ടിയുണ്ടല്ലോ, അപ്പം ടൗണിൽ ഓടുമ്പോഴത്തേക്ക് പട്ടി പുറകെ ഓടും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഓരോ മാരത്തണും നമ്മൾ നടത്തുമ്പോൾ കഴിഞ്ഞ മാരത്തണുണ്ടായ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംഘാടക സമിതികൾ രൂപീകരിക്കുമ്പോൾ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് രൂപീകരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ പാടില്ല. പലരും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ മാരത്തൺ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു, സംഘാടക മികവാണ് എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ഉള്ളിൽ ഈ മാരത്തൺ ഓടി പരിചയമുള്ളവർക്കും സംഘടിപ്പിച്ച് പരിചയമുള്ളവർക്കും അറിയാം കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പബ്ലിക്കിന് കാണാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ സംഘാടക സമിതി രൂപീകരണം. ഇവിടെ കുറച്ച് കുടിസാർ സൂചിപ്പിച്ച മാതിരി ഓൾറെഡി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി പ്രവർത്തനം ആരംഭിച്ചു. 3 മാസം മുമ്പേ പ്രവർത്തനം ആരംഭിച്ചു. നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഒരു സന്തോഷ വാർത്തയുള്ളത്, രജിസ്ട്രേഷന് ഇന്നേ ദിവസം 1312 ആയി നിൽക്കുന്നു. നമുക്ക് 10,000-ൽ എത്തണമെന്നാണ് ബഹുമാനോട്ട് അച്ഛന് സൂചിപ്പിച്ചത്. ഇനി ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടി 4000 ക്രോസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കാരണം കുട്ടികളുടെ രജിസ്ട്രേഷൻ ഏകദേശം വന്നു കഴിയുമ്പോൾ നമുക്ക് 4000 ക്രോസ് ചെയ്യണം. എങ്കിൽ നമ്മൾ മുമ്പോട്ടുള്ള നമ്മുടെ പ്രയാണം എളുപ്പമായിരിക്കും. അപ്പോൾ സംഘാടക സമിതി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ലീഡർഷിപ്പ് ഉണ്ടാവും. അത് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഒരു മെമ്പർ ആയിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത്. ഉത്തരവാദിത്തം. കാരണം ഞങ്ങളുടെ മെമ്പേഴ്സ് മീറ്റിങ്ങും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് അവർക്ക് കിട്ടും. എന്താണ് നമ്മുടെ പുതിയ തീരുമാനങ്ങൾ. അപ്പോൾ സംഘാടക സമിതിയിലേക്ക് വരുന്നവർ മീറ്റിങ്ങിൽ വിളിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ വരണം. അവിടെ എന്താ സംഭവിക്കുന്നത്? കാരണം നമ്മൾ
ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. നമ്മൾ ഗ്രൗണ്ടിൽ വാട്ടർ സ്റ്റേഷനാണ് നടത്തുന്നത് എങ്കിൽ, അതിപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരാണ് നടത്തുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. എവിടേക്കാണ് വാട്ടർ സ്റ്റേഷൻ ഉള്ളത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഒരു കുട്ടി വീണ കാര്യം, അത് നമ്മൾ കഴിഞ്ഞ പാടെ നമ്മളത് ഷെയർ ചെയ്തിരുന്ന കാര്യം. അപ്പോൾ ഈ വർഷം അത് ഉണ്ടാകാൻ പാടില്ല, വെള്ളം കിട്ടാതെ വരരുത്. അതുപോലെ തന്നെ 3.5 കിലോമീറ്റർ, അന്ന് 3.5 ഇപ്പോൾ 4 കിലോമീറ്റർ ഫൺ റണ്ണിൽ ആദ്യത്തെ വാട്ടർ സ്റ്റേഷൻ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തീർന്നു. ഏകദേശം 1000-ഓളം ആൾക്കാർ വന്നപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം തീർന്നു, അവിടെ കാലിയായി. അപ്പോൾ വരുന്നവരൊക്കെ ഫ്രൂട്ട്സ് എന്ത് വെള്ളം എന്തെങ്കിലും ചോദിക്കുന്നില്ല, കാരണം നമ്മൾ അൺപ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ A to Z, കാരണം എനിക്കൊരു ഉത്തരവാദിത്തം തന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ അത് അവസാനിച്ച് കഴിയുന്നത് വരെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എന്നതായിരിക്കും. വെള്ളം തീർന്നു പോയാൽ വെള്ളം കിണർ കുടിച്ചിട്ടാണെങ്കിലും വെള്ളം ഇവിടെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്രയും കമ്മിറ്റ്മെന്റ് വേണം. കാരണം ഓടുന്നവർക്ക് 10 കിലോമീറ്ററൊക്കെ ഓടി തളർന്നു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ അത് നേരത്തെ പറയണം, കാരണം നമുക്ക് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള 2-3 ഗ്രൂപ്പുകൾ ഞാനിവിടെ പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ മാരത്തൻ്റെ ചെയർമാനായിട്ട് പ്രസിഡന്റ് ഫ്രാൻസിസ് വൈ ജോർജാണ്, വർക്കിംഗ് ചെയർമാനായിട്ട് സെക്രട്ടറി MC കുട്ടിച്ചൻ, കൺവീനറായിട്ട് ഞാനാണ്. ഞങ്ങൾ 3 പേരാണ് മുൻപ് നിന്ന് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ കമ്മിറ്റികളും ലീഡ് ചെയ്യുന്നത്, വ്യത്യസ്തമായ കമ്മിറ്റികൾ ലീഡ് ചെയ്യുന്നത് PSFൻ്റെ ലീഡേഴ്സ് ആയിരിക്കും, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സോ അല്ലെങ്കിൽ മെമ്പേഴ്സോ ആയിരിക്കും. ഇപ്പോൾ വനിതകളും ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കുറേ വർക്കുകളൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നിങ്ങൾ അറിയാതെ തന്നെ കുറേ വർക്കുകൾ നടന്നു. നമ്മളിപ്പോഴും ഈ സംഘാടക സമിതി നടത്തുന്നത് ഏകദേശം ഒരു നവംബർ മാസം അവസാനത്തോടുകൂടി ഡിസംബർ മാസത്തിൽ ആരംഭിക്കുന്ന വർക്കുകളാണ് മേജറായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഒരു റിസപ്ഷൻ കമ്മിറ്റിയുണ്ട്. നമ്മളൊക്കെ അറിയാം, നമ്മുടെ ഗ്രാമത്തിലേക്ക് പേരാവൂരിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാരത്തണിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, 2017 ആദ്യത്തെ മാരത്തൺ ഓട്ടം കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്യുന്നൊരു എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ചെന്നൊരു വാട്സപ്പ് മെസ്സേജ് അനുസരിച്ചു, ഈ കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്കൊരു മാരത്തൺ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ മനോഹരം എന്ന് പറയാൻ വേണ്ടി അവർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എല്ലാ VIP-യും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുന്ന എല്ലാവരും നമ്മുടെ VIPs ആണ്. അതാരും ആയിക്കോട്ടെ, ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ BSC സെൻറ്റർ കണ്ണൂരിൽ നിന്ന് അവർ 3 മണിക്ക് എഴുന്നേക്കും, എന്നിട്ട് 3:30 അവിടെ നിന്ന് പുറപ്പെടും. 3:30-4 മണിക്ക് ഇവിടെ 5-5:15 എത്തി ഇവർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർ രാത്രി ഉറങ്ങുന്നില്ല. അപ്പോൾ അത്രയും ത്യാഗം സഹിച്ച് അവിടെ വരുമ്പോഴത്തേക്ക് ആദ്യം ഇവർ അന്വേഷിക്കുന്നത് മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം. കാരണം നിങ്ങൾക്കറിയാം, 1-2 മണിക്കൂർ രാവിലെ യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ടോയ്ലറ്റാണ്. അപ്പോൾ VIPs ഒക്കെ ദൂരെ നിന്ന് വരുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ളത് ടോയ്ലറ്റാണ്. അപ്പോൾ ടോയ്ലറ്റ് എവിടെയാണ് അത് കാണിച്ചു കൊടുക്കാനും അവർക്ക് ഒരു ഗ്ലാസ് കാപ്പിയോ ചായയോ അവൈലബിൾ ആണ്, അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിസപ്ഷൻ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്മിറ്റിയിൽ പേരിട്ടുകൊണ്ട് മാത്രമായില്ല. അപ്പം നമുക്ക് 2-3 കമ്മിറ്റി ഉള്ളത്. ഞാൻ മെയിനായിട്ട് ആൾ വേണ്ടത് നമുക്ക് പുറത്തുനിന്ന്, അതായത് നിങ്ങളുടെ സഹായ സഹകരണം കഴിവ് ആവശ്യമുള്ളത് ഹെൽപ്പ് ഡെസ്കും VIP റിസപ്ഷനുമാണ്. അതായത് VIPs വരുമ്പം അവരെ സ്വീകരിക്കുക. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഇവിടെ ടീമുണ്ട്. ആ ടീമിനോടൊപ്പം തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സെബാസ്റ്റ്യൻ ജോർജ് ആണ്. കൂടെ അബ്രഹാം തോമസ്, ടോമി ജോസഫ്, ബോബി മാത്യു, സുനിൽ കുമാർ, സജിത് ഉണ്ണി, വിനോദ് മാസ്റ്റർ, ജോണി തോമസ്, ജിമ്മി ജോസഫ്, റിലീഷ് ജിമ്മി, ഇവരാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതുപോലെ ഞങ്ങൾക്ക് ഏകദേശം ഇന്നലെ പറഞ്ഞത് 50 പേരാണല്ലേ? അല്ല, ഇത് റിസപ്ഷൻ കമ്മിറ്റിയിൽ അത്രയും ആൾക്കാർ, ബാംഗ്ലൂരിൽ നിന്ന് കുറേ ആൾക്കാർ വരും, ബുഡർദിൻ്റെ കുറേ സീനിയർ സ്റ്റാഫ് വരും, കുറേ ഇൻവൈറ്റഡ് ഗസ്റ്റ് വരും, കണ്ണൂരിൽ നിന്ന് DSC സെൻറ്ററിൽ നിന്ന് വരും, VIPs നമ്മൾ ഇൻവൈറ്റഡ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ആൾക്കാർ വരും. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ല അനുഭവം ഉണ്ടാക്കി ഇവിടുന്ന് അവർ പോകുമ്പോൾ ഇനിയും വരണമെന്നുള്ള ആഗ്രഹത്തോട് പോകണം. അപ്പോൾ റിസപ്ഷൻ പക്ഷേ എല്ലാവർക്കും വരാൻ സാധിക്കില്ല ഇതിലേക്ക്, കാരണം അവർക്ക് വേറെ ഡ്യൂട്ടീസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ മെമ്പേഴ്സിന് അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടില്ല എങ്കിൽ അർത്ഥം നിങ്ങൾ വേറെ ആ സമയത്ത് വേറെ എന്തോ ഡ്യൂട്ടി ഉണ്ട്. അപ്പം മെമ്പേഴ്സ് അല്ലാത്ത ഇവിടെ ഞങ്ങളെ സഹായിക്കും, പ്രത്യേകിച്ചും വനിതാ വിങ്ങിന്
സഹായിക്കാൻ പറ്റുന്നവർ ഉണ്ട് എങ്കിൽ ഒന്ന് കൈവെക്കാമെങ്കിൽ ഞാൻ പേരെഴുതി ഇവിടെ വെക്കാം. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സംഘാടക സമിതിയുടെ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏകദേശം 150ഓളം ആൾക്കാർ ഇതിലുണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, റോഡിലൊക്കെ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഇതിലുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ അത് എഴുതണം, അതിനകത്ത് ജോയിൻ ചെയ്യണം. എല്ലാ അപ്ഡേറ്റ്സും അതിൽ തന്നുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറിൻ്റെ PDF ഞാൻ അതിലിടും. നിങ്ങൾക്കറിയാം ഏതാണ് കമ്മിറ്റി, ആ ഇൻചാർജിൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുക്കും. ആളെ കോൺടാക്ട് ചെയ്യുക. ഇൻചാർജിൻ്റെ ഉത്തരവാദിത്വം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയുടെ ഫോം ചെയ്യുക, അവരെ വിളിച്ച് ബ്രീഫിംഗ് ചെയ്യുക. 2, 3, 4 പ്രാവശ്യം ബ്രീഫിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു ഗസ്റ്റാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, മലയാളം അറിയത്തില്ല എങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തി വേണം. ഇപ്പോൾ DSC സെൻറ്ററിൽ നിന്ന് ആർമി ഓഫീസേഴ്സ് വരും, അവർ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ സോൾജിയേഴ്സ് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചെന്ന് വരില്ല, അവർക്ക് ഹിന്ദി പറയുന്നവരോടാണ് താല്പര്യം. അപ്പോൾ ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നവർ. അപ്പം ഞങ്ങൾക്ക് വ്യത്യസ്തമായ സ്കില്ലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള ആൾക്കാരാണ് ഈ റിസപ്ഷൻ കമ്മിറ്റിയിലേക്ക് വേണ്ടത്. അങ്ങനെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേര് പറയുക, കൈവെക്കാമെങ്കിൽ ഞാൻ പേര് എഴുതിയെടുക്കാം. ആരെങ്കിലും റിസപ്ഷൻ VIP കമ്മിറ്റി ഉത്തരവാദിത്വം ഇതാണ്. അന്നേ ദിവസം ബ്രീഫിങ്ങിന് മുമ്പുണ്ടാകും, അന്നേ ദിവസം ഇവിടെ വരുന്ന VIPനെ സ്വീകരിക്കുക എന്നുള്ളത്. ആരെങ്കിലും ഉണ്ടോ? ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി 59 മൈന്യൂട്ടുള്ള കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ, ഇത് 60 കാര്യങ്ങൾ ഒന്നിച്ച് നടന്നാൽ മാത്രമേ നമ്മുടെ മാരത്തൺ ഭംഗിയായിട്ട് പോകുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണം വേണം. ഏതെങ്കിലും വ്യത്യസ്തമായ തലത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ളവർ, VIPനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ ലീഡർഷിപ്പിലേക്ക് ഏതെങ്കിലും റോൾ എടുത്ത് ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യം ഉള്ളവർ, കഴിവുള്ളവർ, നിങ്ങൾ മടിച്ചു നിൽക്കരുത്. അത് ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായിട്ടും അത്രയും വലിയ റെസ്പോൺസും നിങ്ങളെ ഏൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. വിഷയമല്ല, നമ്മൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ആ ആർജവും കഴിവും നമ്മുടെ ഉള്ളിലുണ്ട്. അനന്തമായ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടതുള്ള സ്പിരിറ്റ്, ഇൻഡ്യൂറൻസ്, ആ ഒരു 3 കാര്യം വളരെ വേഗതയിൽ ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ ആദ്യം ചിന്തിക്കും. പിന്നെ ലെഫ്റ്റ് റൈറ്റ് നോക്കില്ല, സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പോൾ ഇതിപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. വാട്ടർ സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു, ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ കരുതൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പോകുന്നത്. ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത് വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ നമ്മൾ അത് വടം കെട്ടാൻ തീരുമാനിച്ചു. പിന്നെ വാട്ടർ സ്റ്റേഷൻ്റെ കാര്യം ആദ്യത്തെ വർഷമൊക്കെ എങ്ങനെയായിരുന്നു? പേരാവൂർ മാരത്തോൺ ചേംബർ നടത്തിയപ്പോൾ വാട്ടർ സ്റ്റേഷനൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത്, അതായത് നടത്തുന്ന ആൾക്കാർ. ഇപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു, ജനങ്ങൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് അതിന് ക്യാഷ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൗജന്യമായിരുന്നു. ഇവിടെ തന്നെ ആൾക്കാരെ ഇരിപ്പുണ്ട്, അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഹംസക്കേക്ക് അവിടെ വന്നിരിപ്പുണ്ട്. ഹംസക്കേക്ക് ബാർ റോഡ് നടത്തുമ്പോഴാണ് അവിടെ നടത്തിയിരിക്കുന്നത്, ബംഗ്ലകുന്നിൽ. അത്രയും വളരെ ലാവിഷ് ആയിട്ടുള്ള വാട്ടർ സ്റ്റേഷനായിരുന്നു. അതുപോലെ സലാംക, അപ്പുറത്തെ പെരുമ്പുന്നി മോഹൻദാസ് നടത്തിയത്, അപ്പുറത്ത് പിന്നെ പെരുമ്പുന്നയിൽ മടപ്പുറച്ചാലിൽ മഠത്തിലെ വ്യാപാരി വ്യവസായികൾ നടത്തിയത് അവരൊന്നും മറക്കാൻ കഴിയില്ല. അപ്പം ഇത് ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഓരോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ജോലിഭാരം കുറയും, നമുക്ക് എക്സ്പീരിയൻസ് കൂടും. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഇപ്പോൾ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ ഓരോരുത്തരുടെ പേര് നോക്കി ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. ആ മിനിറ്റ്സ് ബുക്ക് നിന്ന് ഓരോരുത്തർക്ക് പറ്റുന്നത് ഞങ്ങൾ അത് ആഡ് ചെയ്യും, നിങ്ങളെ അറിയിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുക, നമ്മുടെ സബ് കമ്മിറ്റികൾ കൂടുക, എങ്ങനെ ഇത് വിജയിപ്പിക്കാം, അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഞാൻ സ്വപ്നം കാണുന്നത് അതാണ്. ഈ 10,000 പേരെ എങ്ങനെ എത്തിക്കാനാണ് ഞാൻ ഓരോ ദിവസവും സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഇത് ചെയ്യുക. ആരും അതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിലും വലിയ ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊരു കാര്യമായാലും ചിലപ്പോൾ ചില ഇൻസിഡൻറ്റുകൾ സംഭവിക്കും, എത്ര കരുതലെടുത്താലും. അത് സ്വാഭാവികം മാത്രമാണ്. 10,000 അല്ല, ഇപ്പം മദ്രാസിലെ ദുരന്തം നമ്മൾ കണ്ടു. ഈ ദുരന്തം എന്ന് പറയുന്ന 2 വിധമുണ്ട്. ഒന്ന് പ്രകൃതി ദുരന്തം, ഒന്ന് മനുഷ്യനിർമ്മിതമായ ദുരന്തം. അപ്പം നമ്മുടെ കൈകൊണ്ട്, നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഡെന്നിസ് സാർ ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഈ മാരത്തോൺ വിജയിപ്പിക്കണം. കേരളത്തിലെ 1ാമത്തെ വലിയ മാരത്തോൺ ഇതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ രജിസ്ട്രേഷന് 1500 പറഞ്ഞുള്ളെങ്കിലും പലരുടെയും കയ്യിൽ രജിസ്ട്രേഷൻ ഫോമും പൈസയുണ്ട്, പക്ഷെ മുഴുവൻ പൈസ കിട്ടും. സംഘാടക സമിതിയുടെ ഉദ്ഘാടകൻ ഷാജി അച്ഛൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ,
എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള പോരായ്മകൾ പരിഹരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഭാരവാഹികളെ ഇതിൻ്റെ ചെയർമാന്മാരും കൺവീനർമാരും ആക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സംഘാടക നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഈ ക്ലബിൻ്റെ മെമ്പർമാരെ ഓരോ പ്രോഗ്രാമിൻ്റെയും ചെയർമാന്മാരോ കൺവീനർമാരോ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ തന്നെ ആദ്യമേ സൂചിപ്പിച്ചു. അങ്ങനെ നല്ല രീതിയിൽ അതിനൊരു ഷാജിയച്ചൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അണ്ടല്ലൂർ കാവ് മുതൽ പാട്യം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള അനുഭവങ്ങൾ പറഞ്ഞത് ഫാദറിനോട് പ്രത്യേക താല്പര്യം. കഴിഞ്ഞ വർഷത്തെ മാരത്തോണിൽ അദ്ദേഹത്തിൻ്റെ സഹകരണമുള്ള ഇപ്പം തന്നെ ഈ സ്പോർട്സിലും സൗഹൃദത്തിലും അതുപോലെ തന്നെ കൂട്ടായ്മയിലൊക്കെ വലിയ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇന്ന് 2-3 അനുഭവങ്ങൾ കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സ്നേഹം ഇരട്ടിച്ചു എന്ന് ഞാൻ ഇത്തരുന്നത് പറയുകയാണ്, വസ്തുതി പറയുന്നത്. ഞാൻ 2 വർഷം റിട്ടയർ ചെയ്തിട്ട് ഞാൻ പോലീസിലെ SI ആയിട്ട് പിരിഞ്ഞ ആളാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറയുന്നുണ്ടോ 50 വയസ്സോ 24 വയസ്സോ, ഞാൻ 58 വയസ്സിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനെല്ലാ മാരത്തോണിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പറയല്ല, പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ തുടങ്ങിയ മുതലുള്ള മാരത്തോണും അതുപോലെ തന്നെ മിഡ്നൈറ്റ് മാരത്തോണിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മെഡലും ഉണ്ട്. ഇതിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും വരാറുണ്ട്. കുട്ടിച്ച സാറ് അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ ടീമിന് ക്ലാസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്നും ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾ മനോദ്കാരം പോലെയുള്ള ആളുകളുണ്ട്, റഫീഖ്, കുറേ സുഹൃത്തുക്കൾ അവിടെ വരുന്നുണ്ട്. ആളുകൾക്ക് എന്തായാലും മറ്റ് സഹകരണമൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഞാൻ വാട്ടർ സ്റ്റേഷനിലെ ചെറിയൊരു ചാർജ് എനിക്കുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ എനിക്ക് മാരത്തോണിൽ പങ്കെടുക്കുകയും വേണം. 10.5 ആണ്. അപ്പോൾ ഈ ആപ്പിള് അല്ല നാരങ്ങയും വെള്ളമൊക്കെ വലിയ ബോട്ടിലാണ്. നമുക്കറിയാം ഒരു 10 ലിറ്ററിൻ്റെ പിന്നെ ബോക്സ് എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ടാവും. അതുപോലെ 20 കിലോ നാരങ്ങയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണ് ഇത് വാങ്ങിച്ചു വെക്കേണ്ടത്. ഷാജിയച്ചൻ, ഈ വേദിയിൽ ഉപഭോക്താക്കളെ കുട്ടിച്ചടക്കമുള്ള ബഹുമാനായ വ്യക്തിത്വങ്ങളെ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള കായിക പ്രേമികളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാരത്തോൺ മുൻ വർഷങ്ങളിലെല്ലാം 3.5 കിലോമീറ്റർ വണ്ടൻ ഓടിയിട്ടുള്ള ആളാണ്. ഞാൻ ഓടാൻ കഴിയില്ല, നടന്ന് പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം ഞാൻ ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ നടക്കാൻ വന്നു. ആ നടത്തം റൗണ്ട് ഓട്ടമായി. ആ 1 റൗണ്ട് ഓടി, 2 റൗണ്ട് ഓടി, അങ്ങനെ ഒരു 10 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് തോന്നി മാരത്തോൺ ഈ വർഷം 10.5 കിലോമീറ്റർ ഓടിക്കൂടെ എന്ന്. അങ്ങനെ ഞാൻ 10.5 കിലോമീറ്റർ പൂർത്തീകരിച്ച് ഇവിടെ എത്തി. അത് ഞാൻ 10.5 കിലോമീറ്റർ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10.5 കിലോമീറ്റർ പൂർത്തീകരിച്ച് ഇവിടെ എത്തി. ഞാൻ വേഗം വീട്ടിലേക്ക് പോയി ഞാൻ പിന്നെ കുട്ടികൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ശനിയാഴ്ച പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ, JP നിന്നെ കാണുന്നില്ലല്ലോ, പിന്നെ എനിക്കൊരു 1000 രൂപ ഗിഫ്റ്റ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ വർഷവും ചക്ക മുഴങ്ങാവില്ല. ഈ വർഷവും ഓടുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് പ്രാക്ടീസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ മറ്റന്നാളെ തന്നെ വീണ്ടും തുടങ്ങും. ഇവരൊക്കെ പറയുമ്പോൾ സെക്രട്ടറി കുട്ടിച്ച സാർ, ചെയർമാൻ രവി സാർ, ഉദ്ഘാടനം നിർവഹിച്ച ഷാജിയച്ചൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞ ഒരു 10.5 കിലോമീറ്റർ ഓടിയ അനുഭവങ്ങളെല്ലാം ഒരു ഓർമ്മ വന്നു. ശരിക്കും എല്ലാം പറഞ്ഞു. വെള്ളത്തിൽ വാട്ടറിംഗ് സെക്ഷൻ, അതുപോലെ തന്നെ ടെന്നീസ് സാറിൻ്റെ ഓരോ സെക്ഷൻ പറയുമ്പോഴും നമ്മളായി ഓടിയ ഒരു അനുഭവം. നമ്മൾ കുറേ ടൈം ഇവിടെ പേരാവൂർ മാരത്തോൺ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേരാവൂർ തുടങ്ങിയത് ഇപ്പം കൊണ്ടിന്ന് ആരംഭിച്ചതെല്ലാം ആ റൂട്ട് മൊത്തം നമുക്ക് റിവൈൻഡ് ചെയ്തു. അത് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു വിപുലമായ മീറ്റിംഗ് വിളിച്ച് അതിൽ പല പല വിഭാഗങ്ങളാക്കി തിരിക്കേണ്ടതുണ്ട്. അതിലെല്ലാവരുടെയും പൂർണ്ണ പിന്തുണ വേണം. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും മടുത്തിരിക്കുകയാണെന്ന് വന്ന് കുറേ പേര് എല്ലാവരും സംസാരിച്ചു. അച്ഛൻ
കറക്റ്റായിട്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു, കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറി എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മൾ 100 രൂപയ്ക്ക് ഒരു കുട്ടീനെ ചേർത്തത് കൊണ്ട് ഇത് രജിസ്ട്രേഷൻ നമുക്ക് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഷാജി അച്ഛനെ പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ ഏറ്റവും ഹൃദയംഗമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ ഇന്ന് ഈ പരിപാടിക്കായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ് പ്രസിഡന്റ് ഫ്രാൻസിസ് വൈ ജോർജ് സാർ. ഇത്രയും ഇഫേർട്ട് എടുത്ത് ഇത്തരം പ്രസ്ഥാനം വിജയിപ്പിക്കണമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള സാറിനെ പോലെയുള്ള ആൾ. കഴിഞ്ഞ വർഷം ഇതിന്റെ പ്രാഥമികമായിട്ടുള്ളത് ഷാൻലി സാറായിരുന്നു. സാറിന്റെ വിഷനും അതിനുശേഷം വൈദ്യ സാർ അത് ഏറ്റെടുത്തിട്ടുള്ള കരുതലായ ഓരോ ചുവടുവെപ്പും നമുക്ക് നല്ലൊരു ധൈര്യം തരുന്നുണ്ട്. സാറിനെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് കൃത്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സ്വാഗതം ആശംസിച്ച നമുക്ക് കുട്ടിച്ച സാറിനെ പറ്റി ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ നാട്ടില് ഒരു ചെറിയ കുട്ടിക്ക് വരെ അറിയാം, 3 വയസ്സുള്ള കുട്ടിക്ക് വരെ ഇപ്പം കുട്ടിച്ച സാറിന്റെ പേരും കാര്യങ്ങളും അറിയാം. നമുക്ക് കുട്ടിച്ച സാറിന് പ്രത്യേകം നല്ലൊരു നന്ദി അർപ്പിക്കുന്നു. ഈ സയൻസ് സന്ധ്യയിൽ നല്ലൊരു നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പേഴ്സ്, നമ്മൾ ഏത് പരിപാടി വെച്ചാൽ ഇടം വലം നോക്കാതെ സ്പോർട്സ് ആകുമ്പം നമുക്ക് പിന്നെ വർണ്ണവിവേചനം അങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല സ്പോർട്സ്. അതുകൊണ്ട് തന്നെയാണ് അത് വിജയിക്കുന്നത് 100%. രണ്ടുപേർക്കും ബാബു കെ വി അതുപോലെ തന്നെ രാജീവ് ജോസഫ് സാറിന് രണ്ടുപേർക്കും PSF പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ റേഞ്ച് ഓഫീസർ സുധീർ ബാബു സാറ് എല്ലാ റേഞ്ച് ഓഫീസറെയും ഇവിടെ നമുക്ക് പങ്കെടുപ്പിക്കുന്നു പറഞ്ഞത് അതിയായ സന്തോഷമുണ്ട്. സാറിന് പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൺവീനർ ഡെന്നിസ് സാർ ഇത് തുടങ്ങുന്നതിന് മുന്നേ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ പ്ലാനിങ്ങോടെ ചെയ്ത് എങ്ങനെയാണ് വിജയിക്കേണ്ടത് നമുക്ക് പ്ലാനിങ് ഒരു ഭയങ്കര സംഭവമാണ്. അത് A to Z കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് നമ്മളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും കുറച്ച് പേടിപ്പിക്കുന്നുണ്ടോ എന്നൊരു ഇതുണ്ട്. അത്ര കഠിനമായിട്ട് പറയാതെ എല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇത് നല്ല വിജയത്തിൽ എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മീഡിയ നമ്മുടെ ഹൈവിഷൻ ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ണർ. അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംഭവവും ഇവിടെ വന്ന് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ ഒപ്പിയെടുക്കുന്ന KT തോമസ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകൾ 10-25ഓളം ക്ലബ്ബുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ സംഘാടകരെല്ലാം ആയിട്ട് അവരെല്ലാം ഒത്തൊരുമിച്ച് കുറേ മാഷെല്ലാം പറഞ്ഞു നമ്മുടെ നല്ല ഓണപരിപാടികൾ അതുപോലെ വടംവലി അവരെല്ലാം കൂടി നിന്നാൽ നമുക്ക് പേരാവുന്ന ഒരു ലോകത്തറിയപ്പെടുന്ന ഒരു പേരാവ് സ്പോർട്സ് ഫൗണ്ടേഷനെ അറിയിക്കാം. എല്ലാ ക്ലബ്ബുകൾക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ എത്തിച്ചേർന്നതും വരാൻ പറ്റാത്തതും നമ്മളോട് സഹകരിക്കുന്ന എല്ലാ ക്ലബ്ബുകൾക്കും പേരാവ് സ്പോർട്സ് ഫൗണ്ടേഷനെ നന്ദി അറിയിക്കുന്നു. അതുവഴി നമ്മൾ പുതുതായിട്ട് നമ്മുടെ കൂടെ ചേർന്ന വനിതാ വിങ്ങിലെ എല്ലാ മെമ്പേഴ്സിനും കുറേ പേർക്ക് എത്താൻ പറ്റിയില്ല, എല്ലാവർക്കും പേരാവ് സ്പോർട്സ് ഫൗണ്ടേഷന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്ഡത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫൈനലിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അടക്കം AC അടക്കം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് കറക്റ്റായ രീതിയിൽ പ്ലാനിങ്ങോടെ ചെയ്തു തരുന്ന ഗുഡ്ഡത്തിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ സഹകരിച്ച് നമുക്ക് രജിസ്ട്രേഷൻ തരുന്നതും മറ്റെല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന ഓരോ മെമ്പേഴ്സിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും പേരാൾ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.